ആ ആ ആ ആ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. മോനെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ വലിയ വലിയ പണികളൊക്കെ ഒരുവിധമൊക്കെ ഉമ്മനെ ചെയ്തു വെച്ചിരിക്കണം. ഇനി ചെറിയ 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 രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രോട്ടീൻ പൗഡർ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണ്. ഈ പ്രോട്ടീൻ പൗഡർ ഞാൻ എനിക്ക് വാങ്ങിച്ചതൊന്നുമല്ല, ജോർജ് സാറ് വാങ്ങിച്ചപ്പോൾ അതിന് കുറച്ചെടുത്ത് ഞാൻ എനിക്ക് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പിച്ചിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭയങ്കര സുഖമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഞ്ചായിട്ട് ഈ സ്മൂത്തിയാണ് കഴിക്കൽ. ഇനി അടുത്ത ടാസ്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ മോൾ എഴുന്നേൽക്കുമ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ടാണ് എണീക്കുക. അതുകൊണ്ട് അവൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയും. അതിലേക്ക് എന്തെങ്കിലും തൈരോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇന്ന് ഞാൻ അവൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ച്. പക്ഷേ മറ്റാൾക്ക് കൊടുക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്ത് കൊടുത്താലും അവൻ കഴിക്കൂല. ഈ കുഞ്ഞു മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ടേ. വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ തല്ലൊക്കെ തുടങ്ങി. മോൾ ചെറുതായി അടിക്കുകയാണ്. അവളുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ശരിയാണ് വരിക. പക്ഷേ ഇവരെ മാനേജ് ചെയ്യുന്നത് ശരിക്കും ഒരു ഫുൾ ടൈം ജോബ് തന്നെയാണ്. വൈകുന്നേരമായപ്പോൾ ഞാൻ പഴമൊന്ന് വാട്ടി കൊടുത്ത് എൻ്റെ കഷ്ടത്തിന് അവൻ അതും തിന്നില്ല, മോള് മാത്രമേ കഴിച്ചുള്ളൂ. എൻ്റെ വീഡിയോസ് ആര് കാണാനാണെന്നാണ് ഒരുവിധമുള്ള എല്ലാവരും ചോദിക്കുന്നത്. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവില്ലല്ലേ. ഇതിനിടയിൽ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ ഒരു ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് മറ്റൊരു ഫോണിൽ ഇപ്പോൾ റീല് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവർ മാനേജ് ചെയ്യണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോർക്കി വന്ന് ഷോപ്പിൽ നിന്ന് വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ജോർക്കാൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് റണ്ണിങ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. ഞാൻ ഇങ്ങോട്ടേക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഫാർമസി പോകാനുള്ള ദിവസമാണെങ്കിൽ കുട്ടികളെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു ചെറിയ കൺവീനിയൻസ് പോയിൻറ്റും കൂടിയാണ് ഇവിടെ. പോകുന്ന വഴിയിലാണ് നമ്മൾ റിറ്റ്സി റെസ്റ്റോറൻറ്റ്. ഇവരെ ന്യൂ റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോഴൊരു ക്യൂരിയോസിറ്റി ഒന്ന് കയറി നോക്കിയാലോ എന്ന്. ഇവരെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് വീക്കാണെന്ന് തോന്നുന്നത്. പക്ഷേ പ്ലേസൊക്കെ നന്നായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഒഫീഷ്യലി ഇനോഗ്രേഷൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫുൾ മെനു ഒന്നും സെറ്റായിട്ടില്ല. പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഒരു വൈബിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റായിട്ട് തോന്നി. ഇന്ന് അത്യാവശ്യം ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇനി നേരെ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാന്. ഈ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.